ഫസ്റ്റ് സ്വാഗതം. പ്രധാന വാർത്തകൾ ആദ്യം. സംസ്ഥാനത്ത് കാലവർഷമെത്തി. എല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ട്. എറണാകുളത്തും കോട്ടയത്തും വെള്ളക്കെട്ട്. ചെയ്തില്ല മോനെ, ഇതാ അലമാരക്കകത്ത് വെള്ളം നിറഞ്ഞു കയറി അതിനകത്തിരുന്ന തുണികൾ വെള്ളത്തിലായിപ്പോയി. എല്ലാം വെള്ളം കൊണ്ട് നിറഞ്ഞു. മഴക്കെടുതിയിൽ 2 മരണം. 2000-ലേറെ പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ. മുഖ്യമന്ത്രിയുടെ മകൾക്ക് വിദേശത്ത് അക്കൗണ്ട് ഉണ്ടെന്ന ഷോൺ ജോർജിന്റെ ആരോപണം തെറ്റെന്ന് തോമസ് ഐസക്. എക്സാലോജി കൺസൾട്ടിംഗ് എന്ന കമ്പനിക്ക് വീണയുമായി ബന്ധമില്ല. ഷോൺ ശല്യക്കാരനായ വ്യവഹാരിയെന്നും ഐസക്. മാസപ്പടി കേസിലെ ഷോൺ ജോർജിന്റെ ഹർജിയിലെ തുടർ നടപടികൾ ഹൈക്കോടതി അവസാനിപ്പിച്ചു. കൊച്ചിയിൽ സപ്ലൈകോയുടെ പേരിൽ വൻ തട്ടിപ്പ്. കടവന്ത്ര ഔട്ട്ലെറ്റിലെ മുൻ അസിസ്റ്റന്റ് മാനേജർ സതീഷ് ചന്ദ്രൻ മുക്കിയത് 7 കോടി രൂപ. വ്യാജ പർച്ചേസ് ഓർഡർ ഉണ്ടാക്കിയും GST നമ്പർ ദുരുപയോഗം ചെയ്തും തട്ടിപ്പ്. മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയ്ക്ക് മലബാറിലെ വിദ്യാർത്ഥികളോട് വിവേചനം. ഭൂരിഭാഗം പേർക്കും പരീക്ഷാ കേന്ദ്രം അനുവദിച്ചത് തെക്കൻ ജില്ലകളിൽ. വടക്കൻ കേരളത്തിൽ ആവശ്യത്തിന് പരീക്ഷാ കേന്ദ്രങ്ങളില്ലാത്തത് പ്രതിസന്ധി. പുറത്ത് പുരുഷ സിംഗിൾസിൽ പ്രീ ക്വാർട്ടറിൽ HS പ്രണോയ് കളത്തിൽ. സംസ്ഥാനത്ത് കാലവർഷമെത്തി. എല്ലാ ജില്ലകളിലും യെല്ലോ മുന്നറിയിപ്പ് നൽകി. ആലപ്പുഴയിലും കൊല്ലത്തുമായി മഴക്കെടുതിയിൽ 2 പേർ മരിച്ചു. തിരുവനന്തപുരത്ത് 8 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 60-ലധികം ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. പറഞ്ഞതിന് മുമ്പ് തന്നെ അങ്ങനെ കാലവർഷം സംസ്ഥാനത്തെത്തി. എന്നാൽ മഴ ദുരന്തം വിതച്ച മണ്ണിലേക്കുള്ള കാലവർഷത്തിന്റെ കടന്നുവരവ് സംസ്ഥാനത്ത് കൂടുതൽ ആശങ്ക സൃഷ്ടിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസമുണ്ടായ മഴക്കെടുതിയിൽ ആലപ്പുഴയിലും കൊല്ലത്തുമായി 2 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആലപ്പുഴയിൽ വെള്ളക്കെട്ടിൽ വീണ് ചേർത്തല സ്വദേശി അശോകനും കൊല്ലത്ത് ഒഴുക്കിൽപ്പെട്ട് മുഖത്തല സ്വദേശി സലീമുമാണ് മരിച്ചത്. കനത്ത മഴയിൽ വർക്കല പാപനാശം കുന്നുകൾ വീണ്ടും ഇടിഞ്ഞു. ഏണിക്കൽ മുതൽ ആലിയിറക്കം വരെയുള്ള ബീച്ചുകളിൽ 4ഇടത്താണ് കുന്നിടിഞ്ഞത്. മഴ കുറഞ്ഞെങ്കിലും ഇന്നലെ പെയ്ത മഴ ബാക്കി വെച്ചുപോയ ദുരിതം തിരുവനന്തപുരത്ത് ഇപ്പോഴും തുടരുകയാണ്. അലമാരക്കകത്ത് വെള്ളം നിറഞ്ഞു കയറി അതിനകത്തിരുന്ന തുണികൾ വെള്ളത്തിലായിപ്പോയി. എല്ലാം വെള്ളം കൊണ്ട് നിറഞ്ഞു. ഇതുകൊണ്ട് കവറിൽ പോലും വച്ചിരുന്ന തുണി കംപ്ലീറ്റ് നനഞ്ഞു. അതിൻ്റെ വെള്ളം ആ വീട്ടിൻ്റെ ഇളിക്കള വെള്ളത്തിനകത്ത് കയറി പെട്ടെന്നായിരുന്നു വെള്ളം കയറിയത്. ഇതിപ്പോൾ 36 വർഷം കൊണ്ട് ഞാനിവിടെ താമസിക്കുകയാണ്. ഇന്നുവരെ ഈ വെള്ളം ഇങ്ങനെ കയറിയിട്ടില്ല. അതിനിടെ വെള്ളക്കെട്ടിൽ ഉടൻ പരിഹാരം കണ്ടെത്തുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി വീണ്ടും ഉറപ്പു നൽകി. ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ ഇനിയൊരറിയിപ്പുണ്ടാകും വരെ തെക്കൻ കേരള തീരത്തു നിന്നും ലക്ഷദ്വീപ് തീരത്തു നിന്നും മത്സ്യബന്ധനത്തിനും വിലക്കേർപ്പെടുത്തി. മീഡിയ 1 തിരുവനന്തപുരം. എറണാകുളത്ത് ശക്തമായ മഴയ്ക്ക് ശമനമുണ്ടായെങ്കിലും പലയിടങ്ങളിലും രൂക്ഷമായ വെള്ളക്കെട്ട് തുടരുകയാണ്. വീടുകളിൽ ഉൾപ്പെടെ ശുചീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. അടുത്ത തവണ മഴക്കാലപൂർവ്വ ശുചീകരണം നേരത്തെ പൂർത്തിയാക്കുമെന്ന് കോർപ്പറേഷൻ മേയർ അനിൽകുമാർ പറഞ്ഞു. ഇടപ്പള്ളി പത്തടിപ്പാലം, കളമശ്ശേരി മൂലേപ്പാടം, കാക്കനാട്, പറവൂർ ഉൾപ്പെടെയുള്ള വിവിധ പ്രദേശങ്ങളിൽ ഒട്ടേറെ വീടുകളിലേക്കാണ് വെള്ളം കയറിയത്. കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയെ തുടർന്ന് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയതിനു പിന്നാലെയാണ് വീടുകളിൽ വീണ്ടും വെള്ളം കയറിയത്. ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഫർണിച്ചറുകളും ഉൾപ്പെടെ ലക്ഷക്കണക്കിന് രൂപയുടെ നാശമാണുണ്ടായത്. വെള്ളക്കെട്ട് തുടർന്നത് ജനജീവിതത്തെ ദുരിതത്തിലാക്കി. ഇവിടെ ഒരു കട്ടിൽ കാണാം. ഇത് താഴത്തെ നിലയിലുണ്ടായിരുന്ന ഒരു കട്ടിലാണ്. ഇവിടെ ആ കട്ടിൽ പൂർണ്ണമായും നശിച്ച അവസ്ഥയിലാണുള്ളത്. വേനൽ മഴ നിൽക്കാതെ പെയ്തത് മഴക്കാലപൂർവ്വ ശുചീകരണങ്ങളെ ബാധിച്ചെന്ന് കോർപ്പറേഷൻ മേയർ പറഞ്ഞു. ഇപ്പം മെയ് 15 മുതൽ മൺസൂൺ പോലെ തന്നെ തുടരുകയല്ലേ, അത് നമ്മളെ ബാധിച്ചിട്ടുണ്ട്. അപ്പം അത് നമ്മൾ വളരെ ഗൗരവമായി മനസ്സിലാക്കുന്നുണ്ട് അടുത്ത വർഷം മുതൽ. കാരണം കാലാവസ്ഥയുടെ കാര്യം നമുക്ക് ഇങ്ങനെ മുൻകൂട്ടി പറയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് അടുത്ത വർഷം മുതൽ നമ്മളിപ്പോൾ ശ്രമിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എങ്ങനെയെങ്കിലും ഈ വർക്ക് അതിനു മുമ്പ് തന്നെ മെയ്ക്ക് മുമ്പ് തന്നെ തീർക്കേണ്ടി വരും. കാക്കനാട് കുന്നുംപുറത്ത് വിള്ളലുണ്ടായി റോഡ് അപകടാവസ്ഥയിലായി. ജില്ലയിൽ 5 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. 116 പേരാണ് വിവിധ ക്യാമ്പുകളിലുള്ളത്. മീഡിയ 1 കൊച്ചി. കോട്ടയം ജില്ലയിൽ മഴ കുറഞ്ഞെങ്കിലും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. മീനച്ചിലാർ കരകവിഞ്ഞ് കുമരകം റോഡിൽ പലയിടത്തും വെള്ളം കയറി. പത്തനംതിട്ടയിൽ ഇടവിട്ട് ശക്തമായ മഴ തുടരുകയാണ്. മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും കോട്ടയത്ത് ദുരിതം ഒഴിയുന്നില്ല. തിരുവാർപ്പ്, ഐമനം, കുമരകം തുടങ്ങിയ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലാണ്. പാറച്ചാൽ, കാരാപ്പുഴ, വിജയപുരം, കൊശമറ്റം കോളനി പ്രദേശങ്ങളിലും വെള്ളക്കെട്ടുണ്ട്. 425 പേർ 28 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നു. കോട്ടയം കുമരകം പാതയിൽ ഇല്ലിക്കൽ അടക്കം പലയിടത്തും വെള്ളക്കെട്ടുണ്ട്. കിഴക്കുന്ന് മഴ പെയ്യുമ്പോഴത്തേക്ക്
പിന്നെ തോടുകളെല്ലാം അടഞ്ഞു പോയില്ലേ, കണ്ടങ്ങളെല്ലാം നികത്തി. അന്നേരത്തേക്ക് ഉള്ള വെള്ളം എവിടെയെങ്കിലും കൊള്ളണ്ടേ. അതുകൊണ്ട് വെള്ളം ഇങ്ങനെ ദുരിതപൂർണമായ ജീവിതമായിട്ട് പോകും. വെള്ളം കയറി തുടങ്ങിയ ഇടങ്ങളിൽ വീട്ടുസാധനങ്ങൾ ഉയർത്തിവെച്ച് മറ്റു സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാനുള്ള ശ്രമത്തിലാണ് ജനങ്ങൾ. ഞങ്ങളുടെ വൈകിട്ട് ഉള്ളതിനേക്കാൾ നല്ല കൂടുതലുണ്ട്. എല്ലായിടത്തും ഒതുക്കി വെക്കണം, അല്ലെങ്കിൽ കയറി നനഞ്ഞു പോലെ. പ്രളയത്തിന് വന്ന് പെട്ടെന്ന് വന്ന് വെള്ളം കയറി നനഞ്ഞു പോയതാ. ഉരുളൊട്ടി ഉരുളൊട്ടി അത് പെട്ടെന്ന് വരുന്ന വെള്ളം. മണിമലയാറ്റിൽ 2 ദിവസം മുമ്പ് കാണാതായ യുവാവിന്റെ മൃതദേഹം കിട്ടി. കാഞ്ഞിരപ്പള്ളി ചേനപ്പാടി ഇടിയാറ്റുകടവിൽ നിന്നുമാണ് മുണ്ടക്കയം സ്വദേശി തിലകന്റെ മൃതദേഹം കണ്ടെത്തിയത്. തിരുവാർപ്പ് അംബേദ്കർ കോളനി റോഡിൽ തോട്ടിൽ വീണ ഓട്ടോറിക്ഷ കണ്ടെത്തുന്നതിനായുള്ള തിരച്ചിൽ ശക്തമാക്കി. സ്റ്റാർട്ടിങ്ങിലാണ് വണ്ടി. ഞങ്ങൾ താഴെ ഇറങ്ങി മുന്നോട്ടും പുറോട്ടും തിരിച്ച് എങ്ങനെ ഗിയറിലോട്ടായിപ്പോയി. അങ്ങനെ എന്നിട്ട് അവിടെ വണ്ടി ചാടുകയായിരുന്നു. എന്നിട്ട് വണ്ടിയെ പിടിച്ച് ഇവിടം വരെ പിടിച്ച് ഞാൻ കിടന്നു. അവർ അക്കരയുള്ളവർ പറഞ്ഞു വണ്ടിയിൽ വിടാൻ പറഞ്ഞു. അന്നേരം ഇങ്ങനെ മറിഞ്ഞു പോരുകയാണ്. പത്തനംതിട്ടയിൽ മലയോര മേഖലയിലും നഗരപ്രദേശങ്ങളിലും മഴ ശക്തമാണ്. അപ്പർ കുട്ടനാടൻ മേഖലയിൽ പലയിടത്തും വെള്ളം കയറി. ജില്ലയിൽ 3 ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. മലയോര മേഖലയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയും ഉരുൾപൊട്ടലുമാണ് കോട്ടയം ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാൻ കാരണം. പത്തനംതിട്ട ജില്ലയിൽ ശക്തമായ മഴ പെയ്യുന്നത് അപ്പർ കുട്ടനാടൻ മേഖലയിൽ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. നിതിൻ തോമസിനൊപ്പം കോട്ടയത്തു നിന്നും ജോസി ബാബു, മീഡിയ 1. ഷോൺ ജോർജ് പറയുന്ന എക്സാലോജിക് കമ്പനി വീണയുടെ പേരിലുള്ളതല്ല എന്ന് തോമസ് ഐസക്. വീണയുടെ കമ്പനിയുടെ പേര് എക്സാലോജിക് സൊല്യൂഷൻസ് എന്നാണ്. ഷോൺ പറയുന്ന കമ്പനിയുടെ പേര് എക്സാലോജിക് കൺസൾട്ടിംഗ് എന്നാണെന്നും തോമസ് ഐസക് ഫേസ്ബുക്കിൽ എഴുതി. സെയ്ഫ് സൈൻ ലാബ്ദീൻ കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തും. സെയ്ഫ്, എന്താണ് ഐസക്കിന്റെ വിശദീകരണം? എക്സാലോജിക് എന്ന കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് ലാവ്ലിൻ കമ്പനിയിൽ നിന്ന് അതുപോലെ തന്നെ പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിൽ നിന്ന് കോടിക്കണക്കിന് രൂപ വന്നു എന്നുള്ളതായിരുന്നു ഷോൺ ജോർജ് ഉന്നയിച്ച ആരോപണം. ഇത് ഹൈക്കോടതിയിൽ ഒരു ഉപഹർജിയായിട്ട് അദ്ദേഹം സമർപ്പിക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഷോൺ ജോർജ് പറയുന്ന എക്സാലോജിക് കമ്പനി വീണ ടീയുടേതല്ല എന്ന് പറഞ്ഞുകൊണ്ട് തോമസ് ഐസക് ഇപ്പോൾ രംഗത്ത് വരുന്നത്. വീണയുടെ കമ്പനിയുടെ പേര് എക്സാലോജിക് സൊല്യൂഷൻസ് എന്നാണ്. അത് ബാംഗ്ലൂർ ബേസ് ചെയ്തുള്ള കമ്പനിയാണ്. ഷോൺ ജോർജ് പറയുന്ന കമ്പനി എക്സാലോജിക് കൺസൾട്ടിംഗ് എന്ന സ്ഥാപനമാണ് എന്നാണ് തോമസ് ഐസക് വിശദീകരിക്കുന്നത്. ദുബായ് കേന്ദ്രീകരിച്ചാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. അവർക്ക് 5 ഉപകമ്പനികളുണ്ട്, 5 കോർപ്പറേറ്റ് ഓഫീസുകൾ. അതിൽ 3 UAE-ലും 1 ബാംഗ്ലൂരിലും അതുപോലെ തന്നെ 1 ലണ്ടനിലുമാണ് ഉള്ളത്. ബാംഗ്ലൂരിലെ കമ്പനിയുടെ പേര് എക്സാലോജിക് സിസ്റ്റംസ് ആൻഡ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. അതായത് ഷോൺ ജോർജ് പറയുന്ന ഈ കമ്പനി അത് മറ്റൊരു കമ്പനിയാണ്. അത് അവർ നേരത്തെ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അവരുടെ വെബ്സൈറ്റിലടക്കം അവർ വിശദീകരിച്ചിട്ടുണ്ട്. ഈ പേരുമായി ബന്ധപ്പെട്ട് വിവാദം ഉണ്ടായപ്പോൾ തങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ മറ്റേതെങ്കിലും കമ്പനികളുമായി എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനികളുമായി ബന്ധമില്ല, തങ്ങളുടെ കോർപ്പറേറ്റ് ഓഫീസ് അടക്കം 5 സ്ഥലങ്ങളിലാണ് ഉള്ളതെന്ന് അവർ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വാർത്ത വരുന്നതിന് തൊട്ട് മുന്നോടിയായി തന്നെ മാധ്യമപ്രവർത്തകർ ഇത് അവരോട് മെയിൽ മുഖേന ചോദിച്ചിരുന്നെങ്കിൽ അവർ ആ വിശദീകരണം നൽകുമായിരുന്നു എന്നുകൂടി തോമസ് ഐസക് വ്യക്തമാക്കുന്നുണ്ട്. ശല്യക്കാരനായ വ്യവഹാരിയാണ് ഷോൺ ജോർജ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന ഉപഹർജി പിൻവലിക്കാൻ വേണ്ടി കോടതി അനുവദിക്കരുത്. കുഴനാടന് കേസിലെന്ന പോലെ ഇതിലും ഒരു കോടതി തീർപ്പുണ്ടാക്കണം എന്ന ആവശ്യം കൂടി അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മസാല ബോണ്ട് കേസുമായി ബന്ധപ്പെട്ടും ചില ആരോപണങ്ങൾ ഷോൺ ജോർജ് ഉന്നയിക്കുകയുണ്ടായി. അതും വസ്തുതാവിരുദ്ധമാണെന്ന് ചില കാര്യങ്ങൾ നിരത്തിക്കൊണ്ട് തന്നെ തോമസ് ഐസക് വിശദീകരിക്കുന്നുണ്ട്. നിഷാദ്, ശരി. മക്കൾക്കെതിരായ ആരോപണത്തിൽ മറുപടി പറയാൻ മുഖ്യമന്ത്രിക്ക് സാധിക്കുന്നില്ലെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ. നാണവും മാനവുമുള്ളവരെ മാത്രമേ ഇത്തരം ആരോപണങ്ങൾ ബാധിക്കൂവെന്നും അദ്ദേഹം വിമർശിച്ചു. KSU ക്യാമ്പിലെ തമ്മിലടിയിൽ കർശന നടപടി ഉണ്ടാകുമെന്നും സുധാകരൻ പറഞ്ഞു. നാണവും മാനവും ഉളുപ്പുമുള്ളവർക്ക് ഇതൊക്കെ ബാധകമാവും. അതില്ലാത്തവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഇതാദ്യത്തെ സംഭവമല്ലല്ലോ. ഒരാളെ കുറിച്ച് ആരോപണം ഉന്നയിക്കപ്പെട്ട ആൾ ഒരു മറുപടി പറയുക, ജനങ്ങളുടെ മുമ്പിൽ അത് ഇല്ല എന്ന് തെളിയിക്കാൻ എന്തെങ്കിലും ശ്രമിക്കുക, അങ്ങനെയൊന്നുമില്ലല്ലോ. അതാ ഞാൻ നേരത്തെ പറഞ്ഞത് ഉളുപ്പ് എന്ന്. നമ്മുടെ നാടൻ മലയാളം ഭാഷയാണ്. യാതൊരു ഉളുപ്പുമില്ലാത്തൊരു വർഗമാണ് പിണറായി വിജയനും കുടുംബവും എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് ഷോൺ ജോർജ് സമർപ്പിച്ച ഹർജിയിലെ തുടർ നടപടികൾ ഹൈക്കോടതി അവസാനിപ്പിച്ചു. CMRലും എക്സാലോജിക്കും തമ്മിലുള്ള ഇടപാടിൽ SFIO അന്വേഷണം പ്രഖ്യാപിച്ചതിനാൽ ഹർജിയിലെ പ്രധാന ആവശ്യത്തിന് പ്രസക്തിയില്ലാതായെന്ന് ജസ്റ്റിസ് TR രവി നിരീക്ഷിച്ചു. മുഖ്യമന്ത്രിയുടെ മകൾ T വീണയുടെ വിദേശ ബാങ്ക് ഇടപാടുകൾ സംബന്ധിച്ച് അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ SFIO അന്വേഷണം പൂർത്തിയായതിനു ശേഷം ആവശ്യമെങ്കിൽ കോടതിയെ സമീപിക്കാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. SFIO അന്വേഷണം ചോദ്യം ചെയ്ത് KSIDC നൽകിയ ഹർജി വിശദമായ വാദത്തിനായി ജൂലൈ 15 മാറ്റി. AKG സെന്റർ ആക്രമണ കേസിൽ യൂത്ത് കോൺഗ്രസ് പ്രാദേശിക നേതാക്കളെ പ്രതികളാക്കി ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചു. KPCC ഓഫീസിന് നേർക്കുണ്ടായ DYFI പ്രതിഷേധത്തിലുള്ള വൈരാഗ്യത്തിലായിരുന്നു ആക്രമണമെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. ആക്രമണത്തിന് നിർദ്ദേശം നൽകിയ യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ സെക്രട്ടറി സുഹൈൽ ഷാജഹാൻ ഉൾപ്പെടെ 2 പ്രതികളെ പിടികൂടാതെയാണ് കുറ്റപത്രം നൽകിയത്. ജൂൺ 4 ശേഷവും കാഫർ വിഷയത്തിൽ പ്രതികളെ പിടികൂടിയില്ലെങ്കിൽ സ്വകാര്യ അന്യായം ഫയൽ ചെയ്യുമെന്ന് K മുരളീധരൻ MP.
കേസന്വേഷണത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്നും അലംഭാവമുണ്ടായിട്ടുണ്ട്. കാഫർ സ്ക്രീൻഷോട്ട് തയ്യാറാക്കി പ്രചരിപ്പിച്ച പ്രതികളെ ഉടൻ പിടികൂടണമെന്നാവശ്യപ്പെട്ട് UDF-ന്റെയും RMP-യുടെയും നേതൃത്വത്തിൽ വടകര SP ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാർ ഭൂമി കയ്യേറി നിർമ്മിച്ച ആരാധനാലയങ്ങൾ പൊളിച്ചു നീക്കണമെന്ന് ഹൈക്കോടതി. ഒരു വർഷത്തിനുള്ളിൽ കയ്യേറ്റങ്ങൾ പൊളിച്ചു നീക്കാനാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ഉത്തരവിട്ടത്. സർക്കാർ ഭൂമി കയ്യേറി നിർമ്മിച്ച ആരാധനാലയങ്ങൾ കണ്ടെത്താൻ ചീഫ് സെക്രട്ടറിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി. എത്ര കയ്യേറ്റങ്ങളുണ്ടെന്ന കാര്യത്തിൽ ജില്ലാ കളക്ടർമാർ റിപ്പോർട്ട് നൽകണം. 6 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കോടതി ഉത്തരവ്. സപ്ലൈകോയുടെ പേരിൽ വൻ തട്ടിപ്പ്. കൊച്ചി കടവന്ത്ര ഔട്ട്ലെറ്റിലാണ് വ്യാജ പർച്ചേസ് ഓർഡർ ഉണ്ടാക്കിയും GST നമ്പർ ദുരുപയോഗം ചെയ്തും 7 കോടിയുടെ തട്ടിപ്പ് നടന്നത്. സ്ഥാപനത്തിലെ മുൻ അസിസ്റ്റന്റ് മാനേജർ സതീഷ് ചന്ദ്രനെതിരെ കടവന്ത്ര പോലീസ് കേസെടുത്തു. കഴിഞ്ഞ നവംബർ ജനുവരി മാസങ്ങളിലായിട്ടായിരുന്നു തട്ടിപ്പ്. മുംബൈയിലെ ജീവ ലൈഫ് സ്റ്റൈൽ പ്രൈവറ്റ് ലിമിറ്റഡ്, SS എംപയർ, രാജസ്ഥാനിലെ പട്ടോഡിയ ബ്രദേഴ്സ് എന്നീ കമ്പനികളുമായാണ് സപ്ലൈകോ മുൻ അസിസ്റ്റന്റ് മാനേജർ സതീഷ് ചന്ദ്രൻ കരാറിലേർപ്പെട്ടത്. 7 കോടിയുടെ കരാറിൽ 3 കോടി നൽകി ചോളം വാങ്ങി മറച്ചുവിറ്റു. ബാക്കി 4 കോടി നൽകാത്തതിൽ കമ്പനികൾ സപ്ലൈകോയെ സമീപിച്ചതോടെയാണ് തട്ടിപ്പ് പുറത്തായത്. വ്യാജ പർച്ചേസ് ഓർഡർ ഉണ്ടാക്കിയും GST നമ്പർ ദുരുപയോഗം ചെയ്തുമാണ് സതീഷ് ചന്ദ്രൻ തട്ടിപ്പ് നടത്തിയതെന്ന് സപ്ലൈകോയുടെ പരിശോധനയിൽ കണ്ടെത്തി. സപ്ലൈകോയുടെ 2 മെയിൽ ഐഡികൾ വഴിയാണ് വ്യാജ പർച്ചേസ് ഓർഡർ അടക്കം അയച്ചു നൽകിയത്. GST നമ്പർ ദുരുപയോഗം ചെയ്തത് സപ്ലൈകോയുടെ GST അക്കൗണ്ടിൽ GST ബിൽ അപ്ലോഡാകാനും ഇടയാക്കി. സപ്ലൈകോ മാനേജർ നൽകിയ പരാതിയിലാണ് കടവന്ത്ര പോലീസ് സതീഷ് ചന്ദ്രനെതിരെ വ്യാജരേഖ ചമച്ച അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തി കേസെടുത്തത്. പ്രതിക്ക് സപ്ലൈകോ ജീവനക്കാരുടെ സഹായവും ലഭിച്ചിട്ടുണ്ടെന്ന നിഗമനത്തിലാണ് പോലീസ്. ഇത് സംബന്ധിച്ച വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. അതിനിടെ തട്ടിപ്പിലൂടെ സ്ഥാപനത്തിന് സാമ്പത്തിക നഷ്ടമുണ്ടായിട്ടില്ലെന്നാണ് സപ്ലൈകോയുടെ വിശദീകരണം. SS ശരൺ, മീഡിയ 1 കൊച്ചി. മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയായ കീം എൻട്രൻസ് പരീക്ഷയ്ക്ക് അപേക്ഷിച്ച മലബാറിലെ വിദ്യാർത്ഥികളോട് വിവേചനമെന്ന് പരാതി. പലർക്കും തെക്കൻ കേരളത്തിലാണ് പരീക്ഷാ കേന്ദ്രങ്ങൾ അനുവദിച്ചത്. പരീക്ഷയ്ക്ക് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ആശങ്കയിലാണ് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും. പ്രധാനമായും കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ വിദ്യാർത്ഥികൾക്കാണ് മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും പരീക്ഷാ കേന്ദ്രങ്ങൾ ലഭിച്ചത്. ആദ്യ ഓപ്ഷനായി കോഴിക്കോട് നൽകിയവർക്ക് എറണാകുളം, കാസർഗോഡ് നൽകിയവർക്ക് കോട്ടയം, കണ്ണൂർ നൽകിയവർക്ക് തിരുവനന്തപുരം. ഈ രൂപത്തിലാണ് പരീക്ഷാ കേന്ദ്രങ്ങൾ അനുവദിച്ചത്. വടക്കൻ ജില്ലകളിൽ ആവശ്യത്തിന് പരീക്ഷാ കേന്ദ്രങ്ങളില്ലാത്തതാണ് ഇതിന് കാരണമെന്നാണ് നിഗമനം. ഇവിടെ ആദ്യമായിട്ടല്ല ഓൺലൈനിൽ എക്സാം നടക്കുന്നത്. JEE പോലെയുള്ള പരീക്ഷകൾ കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഓൺലൈനായിട്ട് നടക്കുന്നുണ്ട്. ഒരു പരാതിയും വന്നിട്ടില്ല. പരീക്ഷയ്ക്ക് രാവിലെ 7:30 അതാത് കേന്ദ്രങ്ങളിൽ വിദ്യാർത്ഥികൾ ഹാജരാകണം. മഴ കനക്കുന്നതും ദൂരയാത്രയ്ക്ക് ശേഷം പരീക്ഷ എഴുതേണ്ട സാഹചര്യവും വിദ്യാർത്ഥികളിലും രക്ഷിതാക്കളിലും ആശങ്ക സൃഷ്ടിക്കുന്നു. നല്ല മഴയുള്ള സമയമാണ്. ദൂരം യാത്ര ചെയ്യുക റോഡിലൂടെ എന്നുള്ളത് കുട്ടികൾക്ക് നല്ല പ്രയാസമുള്ള ഒരു സമയമാണ്. ഹൈവേ വർക്കൊക്കെ നടക്കുന്നുണ്ട്. 1,13,447 വിദ്യാർത്ഥികളാണ് കീം പരീക്ഷ എഴുതുന്നത്. ഓൺലൈനായി നടക്കുന്ന പരീക്ഷയ്ക്കായി 198 പരീക്ഷാ കേന്ദ്രങ്ങളാണ് കേരളത്തിൽ തയ്യാറാക്കിയിട്ടുള്ളത്. 5-ാം തീയതി പരീക്ഷ തുടങ്ങാനിരിക്കെ വിദ്യാർത്ഥികളുടെ ആശങ്ക പരിഹരിക്കണമെന്നാണ് വിദ്യാർത്ഥികളും മാതാപിതാക്കളും ആവശ്യപ്പെടുന്നത്. മീഡിയ 1 കോഴിക്കോട്. SSLC മൂല്യനിർണ്ണയ മാറ്റത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് പിന്തുണയുമായി CPM. തീരുമാനം വിദ്യാഭ്യാസ ഗുണനിലവാരം ഉയർത്തുമെന്ന് പാർട്ടി വിലയിരുത്തി. CPM അനുകൂല സംഘടനകളായ KSTA-യുടെയും SFI-യുടെയും നിലപാട് തള്ളിക്കൊണ്ടാണ് CPM തീരുമാനം. മൂല്യനിർണ്ണയ മാറ്റമെന്ന ആശയം ഉയർന്നുവന്ന ഘട്ടത്തിൽ തന്നെ അധ്യാപക സംഘടനയായ KST-യും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എതിർപ്പ് വ്യക്തമാക്കി രംഗത്ത് വന്നിരുന്നു. വിദ്യാഭ്യാസ കോൺക്ലേവിൽ SFI-യും ഇതേ നിലപാട് സ്വീകരിച്ചു. പെട്ടെന്നുള്ള മാറ്റം കുട്ടികളുടെ മാനസിക സമ്മർദ്ദം കൂട്ടുമെന്നും കൂട്ടത്തോൽവിയിലേക്ക് നയിക്കുമെന്നുമായിരുന്നു സംഘടനകളുടെ വാദം. എന്നാൽ ഈ അഭിപ്രായങ്ങളെ CPM നേതൃത്വം പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. മൂല്യനിർണ്ണയ മാറ്റം അനിവാര്യമാണ്. ഇത് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുമെന്നും ഭാവിയിൽ വലിയ ഗുണമുണ്ടാക്കുമെന്നും പാർട്ടി വിലയിരുത്തുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ നിരന്തരമായ മാറ്റം നടക്കണമെന്നാണ് പാർട്ടി നിലപാടെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. മാറ്റത്തിന് ആവശ്യമായ നിലപാടുകൾ സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകണം. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ സംഘടനാ നേതൃത്വവുമായി നല്ല ആരോഗ്യകരമായ ചർച്ച നടത്തി ആവശ്യമായ രീതിയിലുള്ള നിലപാട് സ്വീകരിച്ച് വിദ്യാഭ്യാസത്തെ പരിഷ്കരിപ്പിക്കുക എന്നുള്ളത് കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. മുഖ്യമന്ത്രി പിണറായി വിജയന് മാറ്റത്തോട് അനുകൂല അഭിപ്രായമാണുള്ളത്. പ്രതിപക്ഷ സംഘടനകളടക്കം പുതിയ ആശയത്തെ പിന്തുണയ്ക്കുമ്പോൾ KST-യും SFI-യും മുന്നോട്ട് വെച്ച എതിർപ്പിൽ പാർട്ടിക്ക് ചെറുതല്ലാത്ത അതൃപ്തിയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഭാരവാഹികൾക്ക് ഇത് സംബന്ധിച്ച് അറിയിപ്പ് നൽകാനാണ് തീരുമാനം. ഗോപാൽ ഷീലാസനൽ, മീഡിയ 1 തിരുവനന്തപുരം. NSU ദേശീയ നേതാവ് കൊല്ലപ്പെട്ടു. NSU ദേശീയ സെക്രട്ടറി രജകുമാർ സമ്പത്താണ് കൊല്ലപ്പെട്ടത്. കേരളത്തിന്റെ ചുമതലയുള്ള നേതാവാണ് രജകുമാർ. ശരീരമാസകലം പരിക്കേറ്റ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്.
തൃശൂർ പോലീസ് അക്കാദമിയിലെ ലൈംഗികാതിക്രമ പരാതിയിൽ ഓഫീസർ കമാൻഡന്റ് പ്രേമൻ കടന്നപ്പള്ളിക്കെതിരെ വിയൂർ പോലീസ് കേസെടുത്തു. ഉദ്യോഗസ്ഥരുടെ പരാതിയിന്മേലാണ് കേസെടുത്തത്. സ്ത്രീത്വത്തെ അപമാനിക്കൽ, ലൈംഗിക അതിക്രമം എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രേമനെ ഇന്നലെ സസ്പെൻഡ് ചെയ്തിരുന്നു. മലപ്പുറത്ത് ക്വാറി ഉടമയെ ജയിലിലടയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പോലീസ് ഉദ്യോഗസ്ഥർ പണം തട്ടിയെടുത്തു. വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ SHO സുനിൽ ദാസ്, SI ബിന്ദുലാൽ എന്നിവർ ആണ് 18 ലക്ഷം രൂപ തട്ടിയത്. സംഭവത്തിൽ തിരൂർ DYSP കേസെടുത്തു. ഇടനിലക്കാരനായി പ്രവർത്തിച്ച ഹസൈനാർ എന്നയാൾക്കെതിരെയും കേസുണ്ട്. മലപ്പുറത്ത് ദേശീയപാത നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർമ്മിച്ച ഡ്രെയിനേജിൽ നിന്ന് വെള്ളം കുത്തിയൊലിച്ചെത്തുന്നതായി പരാതി. മലപ്പുറം രണ്ടത്താണിയിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി. മഴ പെയ്താൽ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് പ്രദേശത്തെ കുടുംബങ്ങൾ. മലവെള്ളപ്പാച്ചിൽ പോലെയാണ് വെള്ളം ഒഴുകിയെത്തുന്നത്. റോഡിലൂടെ ഒഴുകിയെത്തുന്ന വെള്ളവും കല്ലും മണ്ണുമെല്ലാം വീടുകളിലേക്കും എത്തുന്നു. വെള്ളത്തിൽ ഒഴുകിയെത്തുന്ന ഇഴജന്തുക്കൾ വേറെയും. സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള വെള്ളമെല്ലാം ശേഖരിച്ച് ഈ ഡ്രൈനേജ് വഴിയാണ് സമീപത്തെ അയ്യൂബ് ഖാൻ റോഡിലേക്ക് കൊണ്ടുതള്ളുന്നത്. ഇങ്ങനെ ഒഴുകിയെത്തുന്ന വെള്ളമാണ് സമീപത്തെ വീടുകളിലേക്കും കിണറുകളിലേക്കുമെല്ലാം എത്തുന്നത്. ഇത് ഈ പ്രദേശത്തെ നാട്ടുകാരെ വലിയ ദുരിതത്തിലാക്കുകയാണ്. മഞ്ഞ വെള്ളം ഒന്നായി ചെളി വെള്ളമാണ് നമുക്ക് എടുക്കുന്നത്. ഇപ്പൊ ഈ വെള്ളം വന്ന് മദ്രസക്ക് സ്കൂളിലും പോകാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഒരു വയസ്സായ ആള് അടിക്കൂടെ വരേക്ക് വെള്ളം വീടുകളിലേക്ക് എത്താതിരിക്കാനായി പലരും വീടുകൾക്ക് മുന്നിൽ ചാക്കുകൾ നിറച്ചും കല്ലുപയോഗിച്ച് പടുത്തുയർത്തുകയും ചെയ്തു. എന്നാൽ അതെല്ലാം മറികടന്ന് വെള്ളം വീടുകളിലേക്ക് എത്തുന്നു. ഇതോടെ ബന്ധുവീടുകളിലേക്ക് മാറി താമസിച്ചിരിക്കുകയാണ് പലരും. ഞങ്ങൾക്കിപ്പോൾ ഇതുവഴി നടക്കുമ്പോൾ പല രോഗങ്ങളും വന്നു ചേരാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുങ്ങിയിരിക്കുകയാണ്. മലിനജലത്തിൻ്റെ പ്രശ്നം അതുണ്ട്. വെള്ളം ഒഴുകി വരുമ്പോൾ ഭയങ്കര ചുഴിയായിട്ടാണ് വരുന്നത്. അപ്പോൾ വലിയ ആളുകൾക്ക് പോലും നടക്കാൻ കഴിയില്ല. പിന്നെ ഈ കുഞ്ഞു കുട്ടികളെ എങ്ങനെയാണ് സ്കൂളിൽ പോകുന്നത്? അടിയന്തര പ്രാധാന്യത്തോടെ വിഷയത്തിൽ അധികൃതർ ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1, തിരൂർ. ഇന്ത്യൻ ബഹിരാകാശ സ്റ്റാർട്ടപ്പ് കമ്പനിയായ അഗ്നികുമാർ കോസ്മോസിന്റെ റോക്കറ്റ് വിക്ഷേപണം വിജയകരം. അഗ്നിബാൻ സോട്ടഡ് ദൗത്യം വിജയകരമായി പൂർത്തീകരിച്ചുവെന്ന് കമ്പനി അറിയിച്ചു. സെമി ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിച്ച രാജ്യത്തെ ആദ്യത്തെ റോക്കറ്റ് കൂടിയാണ് സോട്ടഡ്. സോട്ടഡ് ദൗത്യത്തിന്റെ വിജയത്തിൽ കമ്പനിയെ ISRO അഭിനന്ദിച്ചു. ഇനി സ്വർണ്ണവില. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ ബ്രോട്ട് യു ബൈ വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6650 രൂപ, പവൻ 53,200 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 5540 രൂപ, പവന് 44,320 രൂപ. വെള്ളി ഗ്രാമിന് 100 രൂപ. എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ 1-നൊപ്പം.